പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉച്ചവരെയുള്ള വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയും. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്നലെ പിള്ളേരുടെ ഡാൻസും പരിപാടി ആനുവൽ ഡേ അല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷനൊക്കെയാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് ചിക്കൻ വറുക്കാനിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ചോറൊക്കെ തിളപ്പിച്ച് വറുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കടലക്കറി വെക്കണം കേട്ടോ. പുട്ടും കടലയാണ്. അപ്പോൾ അതിന് കടലക്കറിക്കുള്ളതൊക്കെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണിക്കുന്ന വീഡിയോസായിരിക്കും നമ്മളിടുന്നതെല്ലാം തന്നെ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അപ്പം ഒരു ഉള്ളിത്തോരൻ വെക്കണം കേട്ടോ. ഉള്ളിത്തോരൻ നല്ല സവോളത്തോരൻ, കുറച്ച് സവോളയും കുറച്ച് ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് തോരൻ വെക്കണം. വേറെ ഒരു തോരനും കൂടെ വരുന്നുണ്ട്, എന്നാലും ഇതും കൂടെ വെക്കാമെന്ന് വെച്ചു കേട്ടോ. അങ്ങനെ അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണേ. പിള്ളേർക്ക് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നേറ്റത്. നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമില്ലല്ലോ, സുഖമായിട്ട് എല്ലാവരും കിടന്നുറങ്ങി. പിന്നെ ഇന്നലത്തെ ക്ഷീണം ഉണ്ടായിരുന്നു. പിള്ളേരാണേലും നല്ല ലേറ്റായിട്ട് എഴുന്നേറ്റതും ഒക്കെ. നമ്മളും ആണെങ്കിലും കുറേ ടൈമൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുമല്ലായിരുന്നു കുറേ സമയം. അപ്പം അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവർ രാവിലെ എഴുന്നേറ്റു, കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ വീട് മുഴുവൻ പേപ്പറുകളായിരിക്കും. ഇങ്ങനെ ഒരു കത്രികയും കുറേ പേപ്പറുമായിട്ടിരിക്കും കേട്ടോ. എന്നിട്ട് അവിടെ മൊത്തം അത് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുകൊണ്ടിരിക്കും. അമ്മ അവിടെ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ, ചോറ് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ റെഡിയായിട്ടുണ്ട്. ഫസ്റ്റ് ട്രിപ്പ് പുട്ടൊക്കെ എടുത്തു. പിന്നെ ഇനി കടലക്കറിയും കൂടെ ബാക്കി റെഡിയാക്കണം. അമ്മ അവിടെ ചേമ്പിൻതാൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ കളഞ്ഞത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണേ. കടലയൊക്കെ നമ്മൾ ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ പുട്ടുണ്ടാക്കിയത്. കടല ബാക്കി മസാലയൊക്കെ ചേർത്ത് കടലക്കറി റെഡിയായിട്ടുണ്ട്. അമ്മ അവിടെ അതൊക്കെ ചേമ്പിൻതാളൊക്കെ വൃത്തിയാക്കിയിട്ട് തോരന് വേണ്ടിയിട്ടത് അരിഞ്ഞുകൊണ്ടിരിക്കുവാണേ. ടേസ്റ്റായിട്ടുള്ള തോരനല്ലേ, എല്ലാവർക്കും തന്നെ ഇഷ്ടമല്ലേ. ഇതെല്ലാം കിൻഡർ ജോയ് വാങ്ങിച്ചപ്പോൾ കിട്ടിയതാട്ടോ. ദേവൂട്ടൻ പറയുന്നുണ്ടായിരുന്നു എല്ലാം മോതിരമാണ് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കുന്നു. അപ്പം സവോള തോരൻ റെഡിയാക്കുവാണേ. പുട്ടും കടലയും അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ സവോള തോരൻ ഞാൻ വെച്ചത്. അപ്പോഴത്തേന് അമ്മ അത് ചേമ്പിൻ താള് തോരനും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുമായിരുന്നു കുറിച്ചി മീൻ കൂട്ടാൻ തോന്നുന്നെന്ന്. അപ്പോൾ ഇന്ന് മീൻകാരൻ ചേട്ടൻ കുറേ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറിച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറിച്ചിയും കുറച്ച് മേടിച്ചു. പിന്നെ അതുപോലെ തന്നെ മത്തിയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ പാത്രമൊക്കെ ഉണ്ടായിരുന്നെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ മീൻ വെട്ടൽ പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഏതോ ഒരാൾ, ഞാൻ പേര് ഓർക്കുന്നില്ല കേട്ടോ, ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ മീൻ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേന് ചേച്ചി മത്തി ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ കാണിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അമ്മ അവിടെ മത്തിയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കമൻ്റ് ഇട്ട ആൾ ഈ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അമ്മ വെളിയിലിറങ്ങിയിരുന്ന കേട്ടോ മീനൊക്കെ വെട്ടുന്നത്. അമ്മ അവിടെ മത്തി വെട്ടുന്ന സമയത്ത് ഞാൻ കുറിച്ചി അകത്തിരുന്ന് കേട്ടോ വെട്ടാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഈ കുറിച്ചി മീൻ പലരും പല പേരാ പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ, കറക്റ്റ് അറിയില്ല. അങ്ങനെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ.
അങ്ങനെ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞു. നമ്മൾ ചട്ടിയിൽ ആദ്യം തന്നെ ഉപ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനൊക്കെ വെട്ടി ചട്ടിയിൽ ആ ഉപ്പൊക്കെ ആയിട്ട് നന്നായിട്ട് തേച്ച് കഴുകി നമ്മൾ കുറച്ച് മീൻ വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. ബാക്കി നമുക്ക് കറി വെക്കണം. അതിന് വേണ്ടിയിട്ട് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല, അല്ലാതെ നമ്മൾ ചട്ടിയിലേക്ക് അരപ്പിട്ടു, കുറച്ച് വെള്ളം ഒഴിച്ചു. പുളിയും ഉപ്പും കൂടെ നമ്മളൊരു പാത്രത്തിൽ വെള്ളമായിട്ട് അങ്ങനെ വെക്കുമല്ലോ ആദ്യം തന്നെ, അതും ഒഴിച്ചു. കുറച്ച് പച്ചമുളകൊക്കെ കീറിയിട്ടു. ഇത്രയും കറിവേപ്പില ഇട്ടു. ഇത്രയും കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഓണാക്കും. അതിങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് കുറച്ച് തക്കാളി, ഒരു 3-4 കഷ്ണം തക്കാളിയൊക്കെ ഇട്ട് അത് കഴിയുമ്പോഴത്തേന് മീനും ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ ഒരുപാട് വേവില്ലല്ലോ, അപ്പോൾ അത് പൊടിഞ്ഞു പോകുമല്ലോ, കുഞ്ഞു മീനും കൂടെ അല്ലേ. അങ്ങനെ കറി നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇത്രയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേന് പിന്നെ തീ ഒന്ന് കുറച്ച് വെക്കുവേ. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ളതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ബാക്കി ഉപ്പ്, പുളി, മുളക്, പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ അതേ കറി നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുപ്പിൽ നിന്നൊന്ന് വാങ്ങി വെക്കുവാണ്, അല്ലെങ്കിൽ അത് വീണ്ടും കുറുകും. ആ അടുപ്പിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ ചൂട് പറ്റി തേങ്ങയും കൂടെ അല്ലേ, അപ്പോൾ പെട്ടെന്ന് കുറുകും. പിന്നെ വേറൊരു പാത്രം വെച്ചിട്ട് നമ്മൾ ഉലുവ, കടുക്, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുറിച്ചിക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ കറി റെഡിയാക്കുന്ന സമയത്ത് അമ്മ അവിടെ മത്തിപ്പീര റെഡിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മത്തിപ്പീര നമ്മൾ ഒരു പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല. അതുമല്ല രണ്ട് കറി ഒരേ ടൈമിലായിരുന്നു വെക്കുന്നത്, അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പാടുമായിരുന്നു. അതേ മത്തിപ്പീരയൊക്കെ അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമല്ലോ, അവിടെ സിങ്കും എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു. ബാക്കി വന്ന പാത്രങ്ങളും എല്ലാം കഴുകി. അടുക്കള മാത്രം അടിച്ചു വാരി, ബാക്കിയൊന്നും അടിച്ചു വാരിയിട്ടില്ല കേട്ടോ. കാരണം അവരിങ്ങനെ പേപ്പർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ അത് തീരട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ വാഷ് ബേസിനും കാര്യങ്ങളും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അവിടെ തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.